അപ്പോൾ ചാനലൊന്നും മാറിയില്ല. നമ്മളിന്ന് ഇളന്നി കൊണ്ടുള്ള ഐറ്റം അല്ലേ. അപ്പം 3 ഇളന്നി ഫ്രഷ് ആയിട്ട് വലിപ്പിക്കുകയാണ്. അപ്പം വലിച്ചു തന്നത് നമ്മുടെ സലീംക്കാണ്. മൂപ്പരെ രാവിലെ തന്നെ മൂപ്പര് എണീക്ക് വീട്ടിൽ പോയിട്ട് പൊക്കിയതാണ്. അല്ലെങ്കിൽ മൂപ്പരെ കിട്ടൂല പിന്നെ. അപ്പം മൂപ്പര് വലിച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ് നമ്മുടെ സലീംക്കാക്ക് പറയുന്നു. പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി എടുക്കാം ഇനി. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ നമ്മൾ മുകളിലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പൊട്ടിക്കണ്ട, നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇളന്നിയൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഐറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇതാണ് നമ്മുടെ ഇളന്നി ബിരിയാണിയാണ്. അതായത് ടെൻഡർ കൊക്കനട്ട് ബിരിയാണിയാണ് ഇന്ന് നമ്മുടെ അടിപൊളി ഐറ്റമാണ്. അപ്പം അത് ഇളന്നിയിൽ നിറച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. അല്ലാതെ വെച്ചിട്ട് നമ്മുടെ കുക്ക് ചെയ്ത് അതിൽ നിറയ്ക്കല്ല, ഇളന്നിയിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇളന്നിയൊക്കെ മോൾ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വെള്ളവും അതിൻ്റെ ഉള്ളിലുള്ള ഇളന്നിയും നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പത്തിലാക്കി കട്ട് ചെയ്യണം നമ്മൾ, എന്നാലേ നമുക്ക് മസാലയും റൈസൊക്കെ അതിൽ ചിക്കനും റൈസൊക്കെ നിറയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിൻ്റെ ഇളനീൻ്റെ വെള്ളവും ഇളനിയും നമ്മൾ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇളനി നല്ല മധുരമുണ്ട്, നാടൻ ഇളനിയാണ്. അപ്പോൾ ഇത് നോക്കുക, ഇതേപോലെ കട്ട് ചെയ്യുക. നമ്മൾ റൗണ്ടാക്കി ഇതേപോലെ ഏകദേശം ഈ വലുപ്പത്തിൽ കട്ട് ചെയ്ത് കണ്ട് അതിൽ നിന്ന് നമ്മുടെ ഇതൊക്കെ എടുത്ത് മറ്റുള്ള ഇളനിയൊക്കെ നമുക്കങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളനിയൊക്കെ പുറത്തേക്ക് ഇടാം. അതിൻ്റെ കാമ്പൊക്കെ പുറത്തേക്ക് ആക്കി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. വെള്ളവും അതും മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇളനിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിക്കണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിലേക്ക് പോവാം നമുക്ക് നമ്മൾ ബിരിയാണിയിൽ. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. ഇവിടെ മസാലയ്ക്ക് അതിന് വേണ്ടി ചിക്കൻ ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസാക്കിയിട്ട്, സാധാ ബിരിയാണി പീസല്ല, അതിനും ചെറുതാക്കിയിട്ട് അരിഞ്ഞ പീസാണ്, ചെറുതാക്കി അരിഞ്ഞ. പിന്നെ മസാലയ്ക്ക് ഞാൻ വേണ്ടി ഒരു തക്കാളി, 2 ഉള്ളി, പിന്നെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു അര നാരങ്ങ, പിന്നെ ഒരു 4 പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ ഒന്നാകട്ട് നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളെ തക്കാളി, ഉള്ളി, ഇഞ്ചി പേസ്റ്റ്, മുളകും അത് ആദ്യം ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഇലകൾ പിന്നെ ഇടാം. ഇല ആയിട്ട് ഞാൻ എടുത്തത് മല്ലിച്ചപ്പ്, പിന്നെ പുതിന, കറിവേപ്പ് കുറച്ച്, അതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തുകൊണ്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഒന്നാകെ നമ്മുടെ മസാല ഒക്കെ മിക്സ് ചെയ്ത് കണ്ട് നമ്മുടെ ഇളനിയിലേക്ക് ഫില്ല് ചെയ്യാണ്. അപ്പം അതിലേക്ക് ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1/2 സ്പൂണ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, അങ്ങനെ 4 പൊടികൾ ചേർത്താൽ മതി. 4 1/2 സ്പൂൺ ഇച്ച് മതി, കൂടുതൽ വേണ്ട. നമ്മൾ ചിക്കനൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, മസാലയൊക്കെ അതിനായിട്ടുള്ള കറക്റ്റ് മസാലയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇലകളൊക്കെ അതിലിട്ട് കൊടുക്കുക. കറിവേപ്പ്, മല്ലിച്ചപ്പ്, പിന്നെ പുതിനൻ്റെ കുറച്ച് മതി, എല്ലാം പുതിനയും കുറച്ചാക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ മാറ്റി വെച്ച അര നാരങ്ങ നീര്, കുരു ഒഴിവാക്കണേ, കുരു ഒഴിവാക്കിയിട്ട് നാരങ്ങൻ്റെ നീര് അതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ബിരിയാണിക്ക് സാധാരണ തൈര് ചേർക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ തൈര് ചേർക്കണ്ട. നമ്മളിതിൽ അത് സ്പെഷ്യലായിട്ടാണ് ഇളനി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിരിയാണിയിൽ നമ്മൾ ചേർക്കുന്നത് നമ്മൾ സ്പെഷ്യൽ ഇളനിയാണ്. അപ്പോൾ ഇളനി തേങ്ങ വെച്ചാലും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, പക്ഷേ നമുക്ക് ഇളനിയിലല്ല ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇളനി ബിരിയാണി എന്നതിൻ്റെ പേരുള്ളത്. അപ്പോൾ ഈ ഇത് ഇളനി ചേർത്തിയില്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇതിൽ ഇളനിയും ചേർക്കണം, ഇളനിൻ്റെ വെള്ളവും ചേർക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞാൻ വെക്കുന്നത്, പക്ഷേ എത്രത്തോളം സക്സസ് നമുക്ക് നോക്കാം ഇത് കഴിയുമ്പോൾ. ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ പൂർണ്ണമായിട്ട്. ഇളനിയല്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പം തൈര് ചേർക്കേണ്ട നമ്മൾ, അപ്പോൾ അതിനാണ് ഇളനി ചേർത്തിയത്. അതൊക്കെ ചെയ്ത് നല്ല മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെക്കുക നമ്മളവിടെ, 10-15 മിനിറ്റ്. അപ്പം നമ്മുടെ ഇളനിയിലേക്ക് ഇനി ഫില്ലിങ്ങാണ്. അതിലേക്ക് കുറച്ച് ഇത്തിരി ഓയിൽ അടിയിൽ ഒഴിച്ച് ഒന്ന് ചുഴറ്റിക്കളാം. ഒന്ന് അവിടെയും ഇവിടെയൊക്കെ ഓയിൽ ആയിക്കോട്ടെ. അതിൽ നമ്മൾ വരണ്ടി എടുത്തതല്ലേ ഫുള്ള് സ്പൂണുണ്ട്, അപ്പോൾ അവിടെ ഇവിടെ സ്ക്രാച്ച് അതൊന്ന് ഓയിൽ ആയിക്കോട്ടെ. എന്നിട്ട് നമ്മളെ ഫില്ലിങ് ചിക്കന് മസാല അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. അടിയിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക, ഒരു പകുതിയോളം ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇളനി വലിയ ഇളനി കിട്ടുകയാണ് അടിപൊളിയായി. ഇത് ഒരു മീഡിയം ഇളനിയാണ്, അതിനെക്കൊണ്ട് കുഴപ്പമില്ല. നന്ന ചെറുതാവുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് റൈസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റൈസ് നമ്മൾ വേവിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് വെള്ളം തിളച്ചിട്ട്, നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരി ഒന്ന് വെള്ളം തിളച്ച് അതിലേക്ക് ഒന്ന് അരി ഇട്ട് ഒന്ന് തിളച്ചിട്ടുള്ളൂ. ഒരു 25% വെന്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ള അരിയാണ് ഇതിലേക്ക് ഇടേണ്ടത്. അല്ലാതെ ഫുൾ വെന്ത അരി ഇടരുത്, അല്ലെങ്കിൽ പച്ച ഇടരുത്. നമ്മളൊരു പച്ച ഇടുമ്പോൾ നമ്മൾ കുറേ വെള്ളം അതിൽ ഒഴിക്കേണ്ടി വരും, അതിനെക്കൊണ്ട് വേണ്ട.
25% നമ്മൾ വേവിച്ചാൽ മതി. ഒന്ന് അരി തിളച്ചാൽ മതി. അത് എന്നിട്ട് അത് എടുത്തിട്ട് നമ്മുടെ ആ റൈസ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സാക്കി എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗ്യാപ്പ് വരുമ്പോൾ അതിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി, മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇനി ഒഴിക്കുന്നതാണ് നമ്മുടെ ഇളനീൻ്റെ വെള്ളമാണിത്. നേരത്തെ മാറ്റി വെച്ചതാണ്. ബാക്കിയുള്ളതൊക്കെ കുടിച്ച് എല്ലാവരും ബാക്കിയുള്ളതാണ്. 3 ഇളനിക്ക് ഇത്രയല്ല വെള്ളം. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലും വേണ്ട, ഒരു കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ ലെവലിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളവും നമ്മുടെ ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത്, അപ്പം അതിൻ്റെ മേലെ കുറച്ച് നല്ല നെയ്യ്, ഒരു സ്പൂണ് നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിക്കണം. എന്നിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ചുഴറ്റിക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കവർ ചെയ്യണം. അപ്പോൾ കവർ ചെയ്യാൻ ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നത് നമ്മുടെ കറുവപ്പട്ടൻ്റെ ഇലയാണ്. നമ്മളെ കറുവൻ്റെ ഇലയാണ് ഇവിടെ നമ്മുടെ അടുത്ത്. അതിൻ്റെ മരം ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഈ ഇല വേണമെന്നില്ല, നമ്മുടെ വായൻ്റെ ഇല കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. ഈ ഇല ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവറാണ്. ഇത് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഏതായാലും നമ്മൾ ദമ്മിൽ കിടക്കല്ലേ. അപ്പോൾ ഈ ഇല വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേ ലീഫ് നമ്മൾ വാങ്ങാൻ കിട്ടും, ഇതിൻ്റെ ഉണങ്ങിയത്, അത് വെച്ചാലും മതി. അല്ലെങ്കിൽ നമ്മൾ വായൻ്റെ ഇല സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാകും, വായൻ്റെ ഇല വെച്ചാൽ മതി. അത് വെച്ചിട്ട് ഇതേമാതിരി നമ്മൾ കവർ ചെയ്ത് മറ്റുള്ളത് നമുക്ക് ഇതേമാതിരി നിറയ്ക്കാം. 3 ഇതേമാതിരി നിറച്ച് വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നിറവൊക്കെ കഴിഞ്ഞിരിക്കണം. 3 നമ്മൾ നിറച്ച് ഫില്ല് ചെയ്ത് അതേമാതിരി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് മൈദമാവ് ഇതേമാതിരി കുഴച്ചിട്ട്, നമ്മൾ പച്ചവെള്ളത്തിൽ സാധാ മൈദമാവ് നമ്മൾ കുഴക്കുന്ന 10 രൂപ കുഴക്കുന്ന നമുക്ക് ദമ്മിടാനാണ്. അത് നല്ല ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നല്ല ലെവലിൽ നമ്മൾ 10 രൂപ കുഴക്കണ അതിൽ കുഴച്ച് വെച്ചുകൊണ്ട് നല്ല ഇതിൽ മേലെ നമ്മൾ ഒട്ടിച്ച് വെക്കുക. അങ്ങനെ 3 നമ്മുടെ ഇളനീരും അതിൻ്റെ കവറിങ് ചെയ്തുകൊണ്ട് മേലെ കവർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ മൈദമാവ് ഉള്ളോട്ട് പിന്നെ ചോറൊക്കെ പുറത്തേക്ക് വരുമല്ലോ, അതിന് വേണ്ടി നല്ല ഫില്ലിങ് കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മുടെ ആ ചോറൊന്നും പുറത്തേക്ക് കൊണ്ട് അഥവാ നമ്മുടെ മൈദറ്റം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പുറത്തേക്കാവരുത്. അപ്പോൾ നല്ല കവർ ചെയ്തുകൊണ്ട് മൈദമാവ് കൊണ്ട് നല്ല ദമ്മ് കൊടുക്കുക. നമ്മൾ നല്ല മേലെ പൊട്ടിച്ച് കൊടുക്കുക, നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചുറ്റുപാട് നല്ലോണം ക്ലിയറാക്കിയിട്ട് പൊട്ടിച്ച് കൊടുക്കണേ. അപ്പോൾ 3 നമ്മളിവിടെ റെഡി ആക്കണം. ഇനി നമുക്ക് അടുത്ത പരിപാടി തീയാണ്. തീ കത്തിക്കണം. നീ ചൂടാറില്ല. അപ്പോൾ അതവിടെ കിടക്കുക. നമ്മൾ തീ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 4 ഇഷ്ടിക അവിടെ വെച്ചിട്ട് സെൻറ്ററിൽ തീ ഇട്ടിക്കണം. അടിയിൽ നല്ല ചെറിയ ചെറിയ വിറകുകൾ ഇട്ടിട്ട് മേലെപ്പം തീ കത്താൻ വേണ്ടി ഓലക്കണ്ണി വെച്ചിക്കണം. എന്നിട്ട് ഒരു ഗ്രില്ല് ഇതേമാതിരി നമ്മുടെ അൽഫാം ചെയ്യുന്നതാണ്, ഗ്രില്ല് ചെയ്യുന്ന ചിക്കൻ ഗ്രില്ലാണ്. ഇതില്ലെങ്കിൽ ഒരു കമ്പിൻ്റെ കഷ്ണമായാലും മതി, നെറ്റ് കഷ്ണമായാലും മതി. നമുക്കിതേ വെച്ചിട്ട് കത്തിച്ച് കൊടുത്ത് അതിൻ്റെ മേലെ നമ്മുടെ ഇളനി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിയിൽ നന്നായിട്ട് കത്തിച്ച് കൊടുക്കണം. ഓവർ പാളിച്ച് കത്തിക്കല്ല, ഒരു ലെവലിൽ നമുക്ക് ഇതിന് കറക്റ്റായിട്ട് കൊള്ളണം. തീ നല്ല കറക്റ്റ് എല്ലാ ഭാഗത്തും കിട്ടുന്ന ലെവലിൽ നല്ലോണം കത്തിച്ച് കൊടുക്കാം. നമ്മളെ ചെറിയ വിറകുകളാണ് നല്ലത്. വിറക്, ചിരട്ട അതൊക്കെ അടിയിൽ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ നല്ലോണം കത്തി പിടിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഓലക്കണ്ണി ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ നല്ലോണം കത്തിക്കോളും. ഞാൻ അങ്ങനെ ചെയ്തത്. ചെറിയ വിറകുകൾ അടിയിൽ വെച്ചിട്ട് പിന്നെ ഓല വെച്ച് കൊടുത്ത് പിന്നെ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഓരോ ഭാഗം ഇങ്ങനെ കളറ് മാറും. അതേമാതിരി ഇങ്ങനെ കരിഞ്ഞ് വരുമ്പോൾ കളറ് മാറുന്നതനുസരിച്ച് ഓരോ ഭാഗം നമ്മളിങ്ങനെ എന്തെങ്കിലും വടിയോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ച് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക. താഴെ വീകാതെ ഞാൻ അതിവിടെ കുടുവാളൊക്കെ ഉപയോഗിച്ച് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കാണുന്നില്ല. അതേമാതിരി തന്നെ അങ്ങനെല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കരിക്കട്ടമായിട്ട് ഇങ്ങനെ തോന്നും. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. നമ്മളെ ഉള്ളിലെത്തണമെങ്കിൽ ഇത് കുറേ ടൈം പിടിക്കും. നമ്മളെ ഇളനീൻ്റെ ചേരിയൊക്കെ നല്ല പച്ചല്ലേ, അപ്പോൾ ആ പച്ചൻ്റെ ഉള്ളിൽ കരി വേഗം വരും. അപ്പോൾ അത് ഉള്ളോട്ട് എത്തിക്കോളും. ഉള്ളോട്ടെത്തി നീരൊക്കെ ഇളനീൻ്റെ ചേരിമെന്ന് നീരൊക്കെ ഇങ്ങനെ ഒലിക്കും. അതിൻ്റെ കറ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഒലിക്കും. അപ്പോൾ അതൊന്നും കണ്ട പ്രശ്നമൊന്നുമില്ല. നല്ലോണം കത്തിക്കോട്ടെ. എത്രത്തോളം നല്ലോണം കത്തി ഇതേമാതിരി ലെവലിൽ ഇങ്ങനെ കത്തിക്കൊണ്ട് നിന്നോട്ടെ. കത്തി ഏകദേശം ഞാനിവിടെ കത്തിച്ചത് 1 മണിക്കൂറോളം ഈ ലെവലിൽ ഇങ്ങനെ കത്തിച്ചിങ്ങനെ തീ അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കത്തിച്ച് ഇതാ നല്ലോണം കരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം കരിഞ്ഞ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കരിക്കട്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ല, ഒന്നും ആവില്ല. ഉള്ളിലേക്ക് നമ്മൾ കത്തുന്ന അനുസരിച്ച് അങ്ങനെ വേവും. പിന്നെ അത്ര ലാസ്റ്റിലത്തെ 1 മണിക്കൂറായതിൻ്റെ ശേഷം ഞാൻ നമ്മുടെ മൈദമാവിൻ്റെ അവിടെ ഒരു കൊള്ളി കൊണ്ടൊന്ന് കുത്തി നോക്കിയിരുന്നു ഉള്ളോട്ട്. അപ്പോൾ അതിൽ നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഫില്ലായി കഴിഞ്ഞിരിക്കണം നമ്മളെ പരിപാടി. അപ്പം ആവി ഇങ്ങനെ വരും പുറത്തൊക്കെ. അപ്പം ഒന്ന് നമുക്ക് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ അപ്പോൾ ബാക്കി അവിടെ കത്തിട്ട് ഇതൊന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊളിച്ച് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് പൊളിക്കാൻ കണ്ട് കത്തി എടുത്തിട്ട് നമ്മുടെ മൈദമാവ് ഇങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ അമ്പടാ ആവി പറക്കണത് കണ്ടില്ല. നല്ല മണമുണ്ട്. അതായത് അടിപൊളി മണമാണ്. നമ്മൾ ആ കറുവപ്പട്ടൻ്റെ ഇലയും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ബിരിയാണി നല്ല ആവി കണ്ടില്ല, നിറഞ്ഞെടുക്കണത്. ഈ പുറംഭാഗം കണ്ട നിങ്ങൾ വെള്ള കളറിനെ നമ്മൾ ഉള്ളിൽ പുറത്താ കറുപ്പും ഉള്ളിൽ കണ്ടില്ലേ ഇളനീൻ്റെ ആ ലെവലിൽ. അപ്പോൾ ചൂട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നമ്മളെ മൂട്ടിൽ നല്ല തീ കൊണ്ടതിനെ കൊണ്ട് ആവി നല്ല അതിൻ്റെ ഉള്ളിൽ
നമ്മളെ ബിരിയാണി നല്ല മണം, നമ്മുടെ റൈസ് ഒക്കെ നല്ല വെന്ത് അതിൻ്റെ ഉള്ളിൽ പിടിച്ചതിനെ കൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. നമ്മൾ സ്പൂൺ കൊണ്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് എടുക്കുക. റൈസൊക്കെ നല്ല വെന്തുണ്ട്, നല്ല സ്മെല്ല് അതിലുണ്ട്. നമ്മുടെ ഈ കല്യാണപ്പുരയിലൊക്കെ ബിരിയാണി പൊളിച്ചാലുണ്ട് ദമ്മിലുള്ള അതേപോലെ ഒരു സ്മെല്ലാണ് ഇതിന് വന്നത്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ഇളനീ വെള്ളമൊക്കെ ഒഴിച്ചതാണ്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തോട്ടെ. ഞാൻ ആ ഇളനീൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് റൈസ് നമ്മൾ പുറത്തേക്ക് എടുത്തോട്ടെ. അപ്പോൾ റൈസൊക്കെ നമ്മൾ ഫുള്ള് ഏകദേശം കാലിയായി, ഫുള്ള് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പം തീരെ കാത്തിക്കാനുള്ള ക്ഷമയില്ല. ഇനി ഇതിങ്ങനെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അപ്പം വേഗം അതിലേക്കുള്ള പരിപാടി. ബിരിയാണി ഏകദേശം റെഡിയാക്കണേ. നമുക്ക് റൈസ് അങ്ങനെ ഉണ്ട് നോക്കട്ടെ. റൈസ് നോക്കട്ടെ. റൈസൊക്കെ നല്ല വെന്തുണ്ട്. പീസ് എടുത്ത് നോക്കാം നമുക്ക്. ചിക്കൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു. ചിക്കനൊക്കെ ഇതാ എണ്ണി പോലെ ആയിക്കുന്നുണ്ടോ. ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല സൂപ്പറായിട്ട് വെന്ത് ഇടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കാൻ എന്തുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ നമ്മൾ ഒരു ആളുപാടി ഉണ്ട് പോകുന്ന എന്ത് നോക്ക് പീസ് ചിക്കനും റൈസും ഉണ്ട്. എൻ്റെ അഭിപ്രായം തോന്നുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ ഇളനിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇളനീൻ്റെ വെള്ളവും അതൊക്കെ ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഈ രണ്ടെണ്ണം നമുക്ക് കുടിക്കാണ്ട്. ഇപ്പോഴത്തെ വെറൈറ്റി ഐറ്റംസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്തിട്ടാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇളനീൻ്റെ ബിരിയാണി സംഭവം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കുന്നു. ഇത് നല്ല സക്സസ് ആയിട്ട് കിട്ടും. നമുക്ക് ഒരു കുഴപ്പങ്ങൾ നമ്മൾ കത്തിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കത്തിക്കണം എന്നുള്ളൂ. കത്തിക്കുമ്പോൾ നമ്മൾ നല്ലോണം ചെരിച്ചും മറിച്ചും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭാഗം മാത്രമല്ല ചുറ്റോട് അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് ഇളനീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അടിയിലും നേരക്കാക്കി വെച്ച് അടിയിലും കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് ബിരിയാണി നമുക്ക് കിട്ടും. അപ്പം കേരളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇളനീ ബിരിയാണി. ഈ മലയാളികളുടെ ഇടയിൽ ഫസ്റ്റ് ആണെന്നാണ് തോന്നുന്നത് ഇളനീ ബിരിയാണി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു 3 ഇളനീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് കഴിക്കാനുണ്ടാവും 3 ഇളനീലൊക്കെ. അപ്പോൾ കൂടുതൽ ആൾക്ക് കഴിക്കണം, കൂടുതൽ ഇളനിയാണ്. നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വരുന്നത് വരെ ബൈ.